ഉമർ റളിയല്ലാഹു അൻഹു വലിയ നീതിമാനായിരുന്നു. ഒരിക്കൽ ഒരാൾ തന്റെ ഭാര്യയെക്കുറിച്ച് പരാതി പറയാൻ ഉമർ റളിയല്ലാഹുവിന്റെ അടുത്തേക്ക് ചെന്നു. തന്റെ ഭാര്യ തന്നോട് ശബ്ദമുയർത്തി സംസാരിക്കുന്നതും ദേഷ്യപ്പെടുന്നതുമായിരുന്നു അയാളുടെ പരാതി. ഉമർ റളിയല്ലാഹുവിന്റെ വീടിന് സമീപമെത്തിയപ്പോൾ അകത്തുനിന്ന് ഭാര്യയുടെ ശബ്ദം ഉച്ചത്തിൽ കേട്ടു. ഉമർ റളിയല്ലാഹു ഒന്നും മിണ്ടുന്നുണ്ടായിരുന്നില്ല. അത് കേട്ട് പരാതി പറയാൻ വന്നയാൾ തിരിച്ചു പോകാൻ ഭാവിച്ചു. തിരിച്ചു നടന്നു. പെട്ടെന്ന് ഉമർ റളിയല്ലാഹു പുറത്തേക്ക് വന്നു. തിരിച്ചു പോകുന്ന അയാളെ തിരിച്ചു വിളിച്ചു. വന്ന കാര്യം അന്വേഷിച്ചു. അയാൾ പറഞ്ഞു, എന്റെ ഭാര്യയുടെ മോശം പെരുമാറ്റത്തെക്കുറിച്ച് പരാതി പറയാനാണ് ഞാൻ വന്നത്. പക്ഷേ അങ്ങയുടെ ഭാര്യയും അതുപോലെ പെരുമാറുമ്പോൾ മൗനം പാലിച്ചു ഇരിക്കുന്ന ഖലീഫയായ അങ്ങയോട് ഞാൻ എന്റെ ഭാര്യയെക്കുറിച്ച് എങ്ങനെ പരാതി പറയും? അല്ല, ഗൗരവക്കാരനായ അങ്ങേക്ക് ഇതെങ്ങനെ സാധിക്കുന്നു എന്ന് അയാൾ ചോദിച്ചു. ഉമർ റളിയല്ലാഹു പറഞ്ഞു, അവൾ എനിക്ക് ഭക്ഷണങ്ങൾ തയ്യാറാക്കുന്നു, എന്റെ വസ്ത്രങ്ങൾ വൃത്തിയാക്കുന്നു, എന്റെ കുട്ടികളെ പരിപാലിക്കുന്നു, വീട്ടുജോലികൾ എല്ലാം ചെയ്യുന്നു. നിർബന്ധമല്ലാതിരുന്നിട്ട് പോലും ഇതെല്ലാം എനിക്ക് വേണ്ടി ചെയ്യുന്ന അവൾ ശബ്ദമുയർത്തിയാൽ അത് ഞാൻ സഹിക്കേണ്ടതല്ലേ? വന്നയാൾ ചോദിച്ചു, അമീറുൽ മുഅ്മിനീൻ, ഞാനും ഇങ്ങനെയാണോ ചെയ്യേണ്ടത്? ഉമർ റളിയല്ലാഹു പറഞ്ഞു, അതെ, തൽക്കാലം സഹിക്കൂ സഹോദര, അല്പം കാലത്തേക്ക് മാത്രമല്ലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, സ്ത്രീകളോട് നന്മയിൽ വർത്തിക്കുക. സ്ത്രീകൾ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് വാരിയെല്ലിൽ നിന്നാണ്.